കൂട്ടുകാരെ. അപ്പം നമ്മളിന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ അങ്ങാടി പോവാണ് കേട്ടോ. നമ്മൾ വീടുള്ള സ്ഥലത്ത് അങ്ങാടി ഉണ്ട്, പക്ഷേ നമുക്ക് എല്ലാ സാധനമൊന്നും ഇവിടെ കിട്ടില്ല. അപ്പോൾ 1-2 സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നമ്മൾ വണ്ടിയിൽ കയറി പോവുക തന്നെ വേണം. ബസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഉണ്ടാവും, അതിൽ കയറി പോവുക തന്നെ വേണം. 10 റുപ്യാണ് വണ്ടിക്ക് വരിക. എളേറ്റിൽ വട്ടോളി എന്നാണ് പറയുക ഞങ്ങളെ മെയിൻ അങ്ങാടി വരുന്ന. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഈ ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഇത് കണ്ടോ നിങ്ങൾ, ഈ ഒരു ചെടീൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ, എന്നാലും ഒന്നറിയാം, ഇത് ഡിസംബർ ജനുവരി മാസമായാൽ നിറഞ്ഞ് പൂക്കുമെന്നറിയാം. അതുകൊണ്ട് മനസ്സ് നിറഞ്ഞ് പൂക്കുക, അതുകൊണ്ട് പൂത്ത് പെയ്യാന്നൊക്കെ പറയൂലേ, അതുകൊണ്ട് പിന്നെ പൂക്കുന്നൊരു ചെടിയാണ് കേട്ടോ. ഇത് അതുകൊണ്ട് അതാ കണ്ടില്ലേ, ചെറിയ തേപ്പിലൊക്കെ കണ്ടോ, ചെറിയ തേപ്പിലൊക്കെ അതോണം മുട്ടുകൾ വരും. പിന്നെ അതുകൊണ്ട് അതിൻ്റെ ഒരു കളറ് എന്ന് വെച്ചാൽ ഒരു വല്ലാത്ത കളറാണ് കേട്ടോ. പിന്നെ ക്രിസ്തുമസ് ചെടി എന്നൊക്കെ പറയുന്നത് കേട്ടിക്ക്, പക്ഷേ അത് ശരിയാണോ, എത്ര പോരാ ആ പേര് ശരിയാണെന്ന് എനിക്കറിയില്ല. എനിക്കിതിൻ്റെ പേരറിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളെ വീട്ടിൽ ചെടി ഉണ്ടോ? എല്ലാവരുടെയും ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടോ? ആടാന്ന് വെച്ചാൽ റോഡ് സൈഡാണ്. അപ്പോൾ ആടെ പൂത്തത് എന്ന് വെച്ചാൽ ഇതുകൊണ്ടൊന്നല്ല കേട്ടോ. ഇതിപ്പോൾ കുറഞ്ഞ ചെടിയേ ഉള്ളൂ. ഇത് വേറൊരു ചെടീൻ്റെ, ഈ ഒരു ചെടീൻ്റെ കണ്ടില്ലേ, നമ്മളെ സ്നേക്ക് പ്ലാന്റിൻ്റെ ഇത് കാണിക്കാച്ചു. ഈ സ്നേക്ക് പ്ലാന്റ് അതിന് ഇവിടെ നന്നായിട്ട് നിറഞ്ഞ് കിടന്നതിനൊക്കെ പറിച്ചങ്ങോട്ട് ഇട്ടാ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട്, ഇതിൻ്റെ വേരിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഇത് മുരടിച്ച് പോവാന്നൊക്കെ പറയൂലേ, അതുകൊണ്ട് മുരടിച്ച് പോയിനു. പിന്നെ തെഴുത്ത് വന്ന് ഞാൻ ഇപ്പോൾ കണ്ടില്ലേ ഇതുപോണം പൂക്കളുണ്ടാക്കി. പിന്നെ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിഷയം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന ഇങ്ങനെ അവിടെയൊക്കെ കയറി കുത്തിട്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ നമ്മളെ ഉണ്ണിമാങ്ങൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ മാമന് ഉണ്ണിമാങ്ങി എള്ളർമാവാട്ടോ. നിങ്ങളൊക്കെ നാട്ടിലേക്ക് എന്ത് പേരാ പറയാന്ന് ഓർമ്മയില്ല. ഓരോ നാട്ടിലേക്ക് ഓരോ പേരുകളാണ്, ഓരോ മാവിനാണെങ്കിലും മാങ്ങക്കാണെങ്കിലും. പിന്നെ അതുകൊണ്ട് ഓരോ സാധനത്തിനും ചിലതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും, അത് വേറൊരു നാട്ടിലെത്തുമ്പോൾ വേറൊരു പേരാവും. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്നൊക്കെ വരികയില്ല. അപ്പോൾ നമ്മളിന്ന് പോകുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് തലയാട് ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മൾ പോകാൻ വിചാരിച്ചതൊന്നുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ മോളെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏട്ടത്തിയമ്മ വണ്ടി വിളിച്ച് പോവുകയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് വെച്ച് അങ്ങനെ ഞാൻ കയറിയിരുന്നതാണ് കേട്ടോ. എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, വട്ടോളിക്ക് പോകേണ്ട ആവശ്യമുണ്ട് സാധനം വാങ്ങാൻ. അപ്പോൾ അതിൽ ഞാൻ കയറിയിരുന്നപ്പോൾ പിന്നെ ഓളൊറ്റയ്ക്ക് പോകുന്ന കണ്ടപ്പോൾ പിന്നെ ഓളെ കൂടെ ഞാനും അങ്ങ് പോയി. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ പോയി ഒന്ന് 2 സാധനം കൊടുക്കാനുണ്ടായിരുന്നു. അതേപോലെ തിരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കയറിയിരുന്നതാണ്. അപ്പോൾ പോണ കൈമക്കൂടെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. തലയാട് ഭാഗം എന്ന് വെച്ചാൽ കൃഷിക്കാരൊക്കെ തിങ്ങി നിറഞ്ഞൊക്കെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് റബ്ബർ, കൊക്കോ, മെയിനായിട്ട് കൊക്കോ, റബ്ബർ, അതുകൊണ്ട് പിന്നെ ജാതി, ഇതൊക്കെ ഉള്ളൊരു സ്ഥലങ്ങളാണ് കേട്ടോ ഈ ഭാഗത്ത് വരുന്നത്. ഭാഗത്തൂടെ ആണെങ്കിൽ ചെറിയ ചെറിയ അരുവികളും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലങ്ങളാണ്. കാണാൻ നല്ല രസമുള്ള പച്ചപ്പുള്ള സ്ഥലങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ആ വീട്ടിലുള്ള ഒരു പിന്നെ കാഴ്ചയാണ്. മരം കൊണ്ട് ഒരു മരത്തിൻ്റെ വേര് ചെയ്തെടുത്തതാണ് കേട്ടോ. നല്ല ഭംഗി തന്നെയാണ്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ നല്ലൊരു പൈസ തന്നെ കൊടുക്കണം അതിന്. അപ്പോൾ ഇതാണ് വീട്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. അവിടുന്ന് തിരിച്ചു പോരുമ്പോഴുള്ളൊരു കാഴ്ചകളാണ്. നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഈ ഭാഗത്തൂടെ. കുന്നുകളും മലകളും അരുവികളും പിന്നെ കുറേ കൃഷികളും, വാഴ കൃഷി, കുളകൃഷി, കൈതച്ചക്ക കൃഷി, അങ്ങനെ ഒരുപാട് കൃഷികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ. കാണാൻ നല്ല പച്ചപ്പും ഒക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ്. പണ്ട് കാലത്ത് ഈ ഭാഗത്ത് മൊത്തം റബ്ബറായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ കുറേ അന്ന് പണ്ട് കാലത്ത് ഈ ഭാഗത്തൊന്നും വീടുകൾ തന്നെയല്ല, ഫുള്ള് റബ്ബർ തോട്ടങ്ങൾ മാത്രമായിരുന്നു. അപ്പോൾ ഈ റബ്ബറിൽ മരുന്നടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഹെലികോപ്റ്റർ വരിക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ട്. അപ്പോൾ ഇപ്പോൾ ആ റബ്ബറുകളൊക്കെ വെട്ടിമുറിച്ച് ഒഴിവാക്കി ഇപ്പോൾ ആ ഭാഗത്തൊക്കെ കുറേ വീടുകൾ ഒക്കെ വന്ന്, വീടുകളും പിന്നെ വേറെ ഓരോ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ വന്നു കേട്ടോ.
ഇതിലെ പോകാൻ തന്നെ പണ്ടൊക്കെ പേടിയായിരുന്നു. കാരണം രണ്ട് ഭാഗത്തും റബ്ബർ കാട് മൂടി കിടക്കും, നടുവിൽ കൂടി ഒരു റോഡ് ഉള്ളത്, വീടുകളൊന്നും തീരെയില്ല. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ.